ഷോൺ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ SFIO അന്വേഷണത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകം മറ്റൊരു കാര്യം, ഈ 2.25 കോടിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ഇടപാടിന് കൂട്ടുനിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമല്ലേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ ഷോൺ ജോർജ്? ആദ്യമായി തന്നെ എൻ്റെ പ്രിയ സഹോദരൻ, ഞാൻ വലിയ അടുപ്പമുള്ള ഒരാളാണ്, പ്രിയനായ സേനാധിപതി വേണിച്ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കാൻ. ഇലക്ഷന് ശേഷം, ഇലക്ഷൻ മുമ്പ് ഈ കാലഘട്ടങ്ങളിലെവിടെ ഞാനും ഇലക്ഷന് മത്സരിച്ചെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാനോ അഭിനന്ദിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പ്രത്യേകം അദ്ദേഹത്തോടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. വളരെ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് വന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. സാധാരണ നൂലെ കെട്ടി ഇറങ്ങുന്ന ആളുകളെ പോലെയല്ല, പ്രവർത്തിച്ച് വന്നൊരു നല്ല പ്രവർത്തകൻ. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക്, SFI എൻക്വയറിയിലേക്ക് ഈ ഒരു നിലപാട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് എനിക്ക് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായി സമീപിച്ചതും ഞാൻ ആദ്യം കൊടുത്തതും, ഞാനന്ന് ജനപക്ഷമാണ്, ഞാൻ ആദ്യം വിളിച്ചത് മാത്യു കുഴൽനാടനെയാണ്. അദ്ദേഹം 2 പ്രാവശ്യവും ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ ഈ അദ്ദേഹം പോയൊരു ആംഗിളും ഞാൻ ചിന്തിച്ച ആംഗിളും രണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമ്പനിക്കാര് എന്ന നിലയിലേക്ക് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹം അവിടെ നടന്നിട്ടില്ല. ഇപ്പം ഞാൻ അദ്ദേഹം കൊടുത്ത കേസ് എന്ന് പറയുന്നത്, അവിടെ CMRL കമ്പനിക്ക് ഈ ഒരു KMML-ഉം CMRL-ഉം അതുപോലെ തന്നെ KSIDC-യും കൂടെ ഒരു കമ്പനി ഫോം ചെയ്ത് അവിടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വസ്തു ലീസിൽ CMRL കമ്പനിക്ക് ഖനനം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു നടന്നു വരുന്നത്. അത് ആ ലീസ് കമ്പനി ഫോം ചെയ്തു. അതിനുശേഷം അവിടെ ഖനനം തുടങ്ങാൻ സമയത്ത് കേന്ദ്ര സർക്കാർ 2019 പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രമേ ഖനനം അനുവദിക്കാൻ കഴിയുമെന്നൊരു ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഖനനം നടന്നില്ല. പക്ഷേ ആ വസ്തു അവർക്ക് ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യാതെ മാസങ്ങളുണ്ട്. 2023 ഡിസംബർ മാസം 13-ാം തീയതി ഞാൻ എൻ്റെ പെറ്റീഷൻ കേരള ഹൈക്കോടതി ഫയൽ ചെയ്ത്, അതിനുശേഷം ഡിസംബർ മാസം 18-ാം തീയതിയാണ് ആ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്. ആ ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് വിജിലൻസ് എൻക്വയറി എന്ന നിലയിൽ ശ്രീ മാത്യു കുഴൽനാടൻ കോടതിയിൽ എത്തിച്ചത്. മാത്രമല്ല, ഇപ്പോൾ വേണുചേട്ടൻ സൂചിപ്പിച്ച പോലെ ആ വിജിലൻസ് എൻക്വയറി അപ്രസക്തമാണെന്നുള്ള അഭിപ്രായം എനിക്ക് അന്നു മുതലുണ്ടായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ വിജിലൻസ്, പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തിയാൽ എന്താകും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു അനാവശ്യമായിരുന്നു എന്നുള്ള ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. 2, അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ പിണറായി വിജയൻ വേഴ്സസ് ഷോൺ ജോർജ് എന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി അകലം കൂടുതലാണ്. ഒരു MLA എങ്കിലും വേണം പോരാടാനെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ മാത്യു കുഴൽനാടനെ സമീപിച്ചത്. പക്ഷേ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പം രണ്ട് റൂട്ടിലാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഈ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ സ്വാഭാവികമായിട്ടും പ്രിപ്പറേഷൻസ് വേണം. കാരണം നിസ്സാരമായിട്ടല്ല, 2 മാസക്കാലം ഞാനും എൻ്റെ ഒരു സീനിയർ അഭിഭാഷകനും അവരുടെ ഫുൾ ടീം, ഒരു റിസർച്ച് ടീം തന്നെ നമുക്ക് ഇതിനോടൊപ്പം ഉണ്ടായത്. ഞങ്ങൾ എല്ലാ ദിവസവും ഒരു ഡോക്യുമെൻ്റ് എങ്കിലും കളക്ട് ചെയ്തു. 45 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. വളരെ കൃത്യമായി വീണ ഈ കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്നും PMLA ആക്ട് പ്രകാരമുള്ള കുറ്റം വീണ ചെയ്തിട്ടുണ്ടെന്നും അവരെ ഇതിനെ പ്രതിയാക്കാൻ കഴിയുമെന്നും ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നും പൂർണ്ണമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കേസിലേക്ക് പോയത്. ഞാൻ കേസിലേക്ക് വരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഞാനിത് അന്വേഷിച്ച് തുടങ്ങിയത് തീർച്ചയായിട്ടും വീട് വളഞ്ഞൊരു രാത്രി എൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അന്ന് തുടങ്ങിയതാണ് എൻ്റെ അന്വേഷണം. പക്ഷേ ഞാൻ ആ അന്വേഷണത്തിന് ശേഷം മുമ്പോട്ട് പോയപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഇത് എൻ്റെ നാടിനോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണ്. ഈ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ എനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കടമയാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ കേസ് നടത്തുന്നത്. ഒരു വാശിയുടെ പ്രശ്നമല്ല ഇപ്പം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോഴും ഇത് മാസപ്പടി എന്ന നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തിനു വേണ്ടി വീണ ഈ കൈക്കൂലി വാങ്ങി? ഈ കൈക്കൂലി വാങ്ങിയ പണം എന്തിനാണ് കർത്ത കൊടുത്തത്? കർത്തയ്ക്ക് എന്താണ് അതുവഴി വന്നിട്ടുള്ള ലാഭം? ഇപ്പോൾ ഇവിടെ സ്പ്രീങ്കനായ വേണുചേട്ടൻ സൂചിപ്പിച്ചു, ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ആ എത്ര ഇരട്ടി? 2.76 കോടി രൂപ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ അല്ലാതെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? വിദേശ ബാങ്കുകളിലെ പണമിടപാടുകളിലേക്ക്. ഇപ്പോൾ ഈ SFI എൻക്വയറി തന്നെ ദുബായിയായി ബന്ധപ്പെട്ട് തന്നെ 30 കോടി രൂപ UAE-യിലോട്ട് കടത്തിയതായിട്ടൊരു ആരോപണം SFIയുടെ എൻക്വയറി വന്നിട്ടുണ്ട്. 200 കോടി രൂപയുടെ തിരിമറിയാണ് മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ
30 കോടി രൂപ ദുബൈയിലേക്ക് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പണം എവിടുന്ന് വന്നു? സ്വാഭാവികമായിട്ട് ഞാൻ ഇതിന് മുമ്പ് ആരോപിച്ചൊരു കാര്യമുണ്ട്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയുടെ മുൻ ബന്ധുവായ സുനീഷിൻ്റെയും പേരിലുള്ള അക്കൗണ്ട് 2019 ക്ലോസ് ചെയ്ത അക്കൗണ്ടിൽ ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കോർപ്പറേഷൻ്റെ ഉൾപ്പെടെയുള്ള പണം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം എനിക്കത് ബോധ്യപ്പെട്ടത് മലയാളിയായ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ്. അതൊരിക്കലും എന്നോട് കള്ളം പറയേണ്ട ആളല്ല, അത് ഒരാളല്ല, 3 പേര്. അവിടെ 4 പേരുടെ ഇവിടെ ആ അക്കൗണ്ട് പരിശോധിച്ചു എന്നതിൻ്റെ പേരിൽ ആ ബാങ്കിൽ 4 പേരുടെ പണി പോയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു കാര്യം 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊള്ളയടിച്ച കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇലക്ട്രിക് വണ്ടികളുടെയും അതുപോലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ തലമുറ മിനറൽസിൻ്റെയും കാലഘട്ടത്തിൽ ഒരുപക്ഷെ നാളുകളിൽ ഗൾഫ് നാടുകളിലെ എണ്ണയേക്കാൾ കൂടുതൽ വിലമതിക്കാൻ കഴിയുന്ന കേരള തീരത്തെ കരിമണൽ കാലാകാലങ്ങളായി ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാടിനെ വിറ്റ പിണറായി വിജയനെതിരെ നമുക്ക് കിട്ടിയ ആകെയുള്ള ഒരു രേഖയാണ് 2.76 കോടി. അതിൽ എത്രയോ ആയിരം കോടികൾ. അത് മാത്രമല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം ഇതിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അവിടെ നിന്നും എടുത്തു മാറ്റപ്പെട്ടിട്ടുള്ള കരിമണലിനുള്ളിൽ അറ്റോമിക് എനർജി പാർട്ടിക്കിൾസ് ഉണ്ട്. കാരണം തോറിയം 1 കിലോ അവിടുന്ന് കരിമണൽ എടുത്താൽ അതിൻ്റെ 0.04%, അതായത് 2 ടണ്ണ് കരിമണൽ എടുത്താൽ 1 കിലോ എടുത്ത് അവിടെ തോറിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മിനറൽസ് ഉണ്ട്. അവിടെ തോറിയത്തിൻ്റെ വില കോടികളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലോകരാജ്യങ്ങൾ പലയിടത്തും പൊട്ടുന്ന ബോംബുകളിൽ കേരള സംസ്ഥാനത്തു നിന്നും ഇവർ കടത്തിയ തോറിയത്തിൻ്റെ എലമെൻറ്റുകളുണ്ടോ എന്ന് പിന്നീട് ഇതിൻ്റെ ബാക്കിയായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു കേസായി മാറിയത് കൊണ്ട് തന്നെയാണ്, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോയത്. ഓക്കെ.